ഇപ്പോൾ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബംഗാളിൽ നടന്ന ഒരു റാലിയാണ്. CPM-ന്റെ ഒരു കൂറ്റം റാലി. അത് അവിടെ ബംഗാൾ കലാപവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ടാണ് ആ റാലി നടന്നിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഹാക്കളും അതോടൊപ്പം അതുപോലെ തന്നെ ദേശീയ തലത്തിൽ സംസാരിക്കുന്നത് ബംഗാളിൽ CPM തിരിച്ചു വരുന്നു എന്നാണ്. ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? വരട്ടെ എന്നിട്ട് ആലോചിക്കുക. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഏതോ ഒരു പെണ്ണ്, പുതിയ നേതാവ്, അവള് നടക്കുന്ന റാലിയിലൊക്കെ 4 ആൾ കൂടി CPM തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നേക്കും. സീറ്റെല്ലാം കിട്ടിയ 0. CPM-ന്റെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ 4 ആളെ കൂട്ടിയോണം കാര്യമല്ല. അപ്പോൾ SDP ഇവിടെ ഒരു സമ്മേളനം വിളിച്ചാൽ എത്ര ആൾ വരും? അതുപോലെ BJP തിരുവനന്തപുരത്ത് സമ്മേളനം വിളിച്ചാൽ CPM-ന്റെ അത്ര ആളുകൾ തന്നെ BJP കാണാൻ നടത്താൻ പറ്റും. തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ജയിക്കുമോ? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് മാത്രമല്ല, ഇതിപ്പോൾ മലപ്പുറത്താണെങ്കിൽ അതോടൊപ്പം ജയിക്കുന്ന കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആളുകളെ തിരുവനന്തപുരത്ത് BJP-ക്ക് അണിനിരത്താൻ. അതാ പറഞ്ഞത്. അതേപോലെ CPM-നോടൊപ്പം എന്ന് പറഞ്ഞതാണ്. കോൺഗ്രസിന് കൂട്ടണ്ട. ഇവിടെ രണ്ടാമത്തെ വലിയ പാർട്ടി BJP അല്ലേ കേരളത്തിൽ. അത് സീറ്റ് കിട്ടാത്ത നോക്കണം. ഇനി ഇപ്പോൾ യുവമാർക്ക് അധികാരത്തോടുള്ള ഭ്രമവും കൺഫ്യൂഷൻ ഉണ്ട് BJP-ക്കാർക്ക്. അതാണ് പ്രശ്നം. CPM അത് കൺഫ്യൂഷൻ ഇല്ല. BJP കൺഫ്യൂഷൻ. ഏത് നേതാവിനോട് ഒപ്പം നിൽക്കണം, പൈസ മേടിക്കണോ, പൈസ മേടിക്കണ്ടേ, ഇലക്ഷന് ജയിക്കണോ, അത് തോൽക്കണോ, വ്യവഹാരം ജയിപ്പിക്കണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ BJP-യുടെ പ്രശ്നം. CPM-ന് അതൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം അല്ലാതെ അപ്പം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം മലപ്പുറത്ത് CPM ഒരു സമ്മേളനം നടത്തിയാൽ അതിൻ്റെ ഫോട്ടോ 5 ലക്ഷം ആളുകളൊക്കെ സ്കൂളായിട്ട് അവർക്ക് അണി നടത്താൻ പറ്റും. അതിൻ്റെ ഫോട്ടോ എടുത്താൽ മലപ്പുറം ചോന്നു അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ ആളുകളെ പറ്റിക്കാനാണ്. നിങ്ങൾ റിസൾട്ട് കാണിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ എന്തുകൊണ്ട് പാർട്ടി ഇല്ലാതായി? അപ്പോൾ അവിടെ ചലിക്കുന്നില്ലായിരുന്നു. ആ നാട് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലാക്കി. പക്ഷേ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതും നിന്ന് പോയി. നേതാക്കന്മാരൊന്നും ഉണ്ടാക്കിയതൊന്നുമില്ല കേരളത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ സമൂഹം നേതാക്കന്മാർ നന്നായില്ല. നേതാക്കന്മാരും അവിടെ തന്നെ ലോക്കൽ ബീഡിയും വലിച്ച് അംബാസിഡർ കാറിൽ പോകുന്ന മന്ത്രിമാരായിരുന്നു. അങ്ങനെ ഇവിടെ വെൻസ് പോകുമ്പോൾ അവിടെ അംബാസിഡർ കാറിലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ LDF-ൻ്റെ മിനിസ്റ്റർമാർ ലാൻസറിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആ അംബാസിഡറിലായി പോയിക്കൊണ്ടിരുന്നു. അവരും പുരോഗമിച്ചില്ല, നാടും പുരോഗമിച്ചില്ല. പിന്നെ ഇവരുടെ ഒരു ഭയങ്കര ഹാർഡ് കോർ സപ്പോർട്ടേഴ്സ് മുസ്ലിംസ് ആയിരുന്നു. പക്ഷെ പാവങ്ങൾ മുർഷിദാബാദ് ആ ഏരിയയിലേക്കുള്ള. അപ്പം മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരുന്ന ആളുകൾക്ക് ഇവരെല്ലാ സഹായം ചെയ്ത് കൊടുത്തിട്ട് അവരെ വോട്ടവകാശമൊക്കെ ഉണ്ടായി കൊടുത്തത് ഹിന്ദു മുസ്ലിംസിന് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒരു കോർ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ നന്ദിഗ്രാം സിംഗു ഒരു ദിവസം ബുദ്ധദേവിന് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ബുദ്ധദേവ് വാസ് റൈറ്റ്. അങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു നാടിനും അങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ അത് ബുദ്ധദേവ് നടപ്പിലാക്കിയ സമയത്ത് അത് ഒരു ധൃതി വന്നു. ഇപ്പോൾ പിണറായി വിജയനെ പോലെ പതുക്കെ ഇട്ടതല്ല, പെട്ടെന്ന് വലിയ മാറ്റം കൊണ്ടുവന്നു. അപ്പോൾ ജനങ്ങളെതിരായി. അപ്പോൾ ആ സിംഗൂര നന്ദിഗ്രാമാണ് കർഷകരുടെ ഏരിയ ആയിരുന്നു. 2 അവിടെ മുസ്ലിംസ് ആയിരുന്നു, ന്യൂനപക്ഷങ്ങളുമാണ്. അപ്പോൾ ഇവരെയാണ് പോലീസ് ബ്രൂട്ടാലിറ്റി. പിന്നെ 2 ഈ അവിടെ SFI ക്യാമ്പസുകൾ നടത്തിയിട്ടുള്ള ഇവിടുത്തെ 2 വെറുപ്പിക്കൽസ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെതിരായി. പിന്നെ മുസ്ലിംസ് മൊത്തം ഒലിച്ചു പോയി, തൃണമൂലിലേക്ക് പോയി അവർ. ഈ അട്രോസിറ്റി മുസ്ലിംസിൻ്റെ പ്രശ്നം വെച്ചാൽ ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്നും തോന്നലുള്ള ആളുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുസ്ലിമിനെ അടിച്ചാൽ നമുക്ക് മൊത്തം അടി കിട്ടിയെന്നൊരു ഫീൽ ഉണ്ടാവും. RSS-നുണ്ടല്ലോ ഈ ഫീൽ. CPM-മാരുണ്ട്, അത് മുസ്ലിംസിനുണ്ട്, ബ്രാഹ്മിൺസിനുണ്ട്, ജൂതന്മാർക്കുണ്ട്. അങ്ങനെ ഇവർ മുസ്ലിംസ് വിട്ടതോട് കൂടിയിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് തോറ്റ് പിന്നോട്ട് പോയത്. അവർ തിരിച്ചു വന്നെന്നുള്ളതിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിസ്ഥാനം നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതായത് മുസ്ലിങ്ങൾ വിട്ടോട് കൂടിയിട്ടാണ്. മുസ്ലിങ്ങൾ ഈ ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ കോൺഗ്രസ് നിന്ന് മാറി. കിഷൻഗഞ്ചിൽ ഇലക്ഷനോട് കൂടിയിട്ടാണ്. പിന്നാണ് ജനതാ പാർട്ടി വരുന്നത്. ഇവരൊക്കെ സോഷ്യലിസ്റ്റുകൾ പോയി. അതൊക്കെ പിന്നെ BJP. അപ്പോൾ ഹിന്ദു വോട്ട് BJP-ൻ്റെ കൂടെയുള്ള അന്നുള്ളത് അങ്ങനെ തന്നെയുണ്ട്. മുസ്ലിം വോട്ട് പ്ലസ് കുറച്ച് സെക്കുലർ ഹിന്ദു, സോക്കോൾഡ് സെക്കുലർ ഹിന്ദു വോട്ടും കൂടി കിട്ടിയാണ് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നത്. അത് മുസ്ലിംസ് പോയതോടുകൂടി ഇവർ വീണു. പിന്നെ സോക്കോൾഡ് സെക്കുലർ ഹിന്ദുസ് പതുക്കെ സോക്കോൾഡ് BJP-ക്കാരായി മാറി. ഇതാണ് ഉത്തരേന്ത്യ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഇവിടെ ഇവർക്ക് സംഭവിച്ചത്. ഇനിയിപ്പോൾ അവിടെ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്? അവർ കൂടുതൽ BJP-നോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദുക്കൾ തിരിച്ചു വരുന്ന ഈ എടുത്തുന്നുണ്ട്, എസ്പെഷ്യലി മോഡി ഇത്ര ശക്തനായ സ്ഥിതി. അല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നതായിരിക്കണം. ഇപ്പോൾ പിണറായി വിജയനെ പോലെ. പിണറായി വിജയൻ നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും റോഡുകൾ നന്നാവുന്നു, സ്കൂളുകൾ നന്നാവുന്നു, ഫോൺ വരുന്നു, പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, ഒരു പ്രതിസന്ധി വന്നാൽ അത് ധൈര്യത്തോടു കൂടി മറികടക്കാൻ പറ്റുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും അവിടെ ഇല്ല. ഇവിടെ ഇപ്പം പിണറായി വിജയനെ വിമർശിച്ച് നടക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗാൾ കണ്ടുപിടിക്കണമെന്ന്. എന്താ ബംഗാൾ കണ്ടുപിടിക്കുക? ബംഗാൾ പാർട്ടിയില്ല, ഇല്ലാതെ കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇവർ കാണുന്ന പ്രശ്നം എന്താണ്? കാലത്തിനനുസരിച്ച് മാറി എന്നുള്ളതാണ്. അപ്പോൾ മാറണ്ടേ? അപ്പം അതുകൊണ്ട് ഒരു റാലിയിൽ 4 ആളെ കിട്ടിയൊന്നും ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP-ക്കെതിരെയും തൃണമൂലിനെതിരെയും വികാരമാണ്. അപ്പോൾ BJP-ക്കെതിരെ അങ്ങനെ വികാരമില്ല.
തൃണമൂലിനെതിരെ അങ്ങനെ ഇതൊരു ആൻറ്റി മുസ്ലിം ഫീലിംഗ് ആയിട്ടാണ് ഇപ്പം വരുന്നത്. ആൻറ്റി മുസ്ലിം ഫീലിംഗ് ഒന്നും അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നവർക്ക് അതെന്തായിരിക്കും? പാർട്ടി 30 കൊല്ലം ഭരിച്ചിട്ട് ഇപ്പോൾ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പിലും പൂജ്യത്തിൽ എത്തി നിൽക്കുന്നു. അതൊന്നും പൂജ്യമായതുകൊണ്ട് 30 വർഷം ഭരിച്ച് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്നത് പിണറായി വിജയൻ വന്നുകൊണ്ടാണ്. അതായത് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥ വരുമായിരുന്നു. കാരണം ഒരു ചായപ്പീട വെച്ചാലും ബൂഷിയ അതിന് സമരം, ഒരു വൈദ്യുത നിലയം വന്നാൽ അതിനെതിരെ സമരം, ഒരു റിസോർട്ട് തുടങ്ങിയാൽ അതിനെതിരെ സമരം, ലോകത്ത് എന്താണ് അതിനെതിരൊക്കെ സമരം. ഈ നാട്ടുകാർക്ക് നാട് മുന്നോട്ട് പോകണ്ടേ? ഈ മലയാളി ഇത്രമാത്രം ഗൾഫിൽ പോകാൻ കാരണം CPM ആണ്. അവരെ ബലവേലിപ്പോൾ സിനിമ അറിയില്ലേ? അതൊക്കെ നടന്ന സംഭവം ശ്രീനിവാസൻ അച്ഛൻ്റെ കഥയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി ഇന്നത്തെ രീതിയിൽ ഈ പാർട്ടിയെ കൊണ്ടുവന്ന് പിണറായി വിജയനാണ്. കോൺഗ്രസ് വൽക്കരിച്ചു. അതോടുകൂടി ആ പാർട്ടി നന്നായി. കോൺഗ്രസിന് ഇല്ലാത്ത ചട്ടക്കൂടുമുണ്ട്, എന്നാൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള വികസന സ്വഭാവം വന്നു. അതോടുകൂടി രക്ഷപ്പെട്ടു. നാട്ടുകാർക്കും അതിൻ്റെ ഗുണം കിട്ടി. പാർട്ടി നേതാക്കന്മാരും നന്നായി. നമുക്കന്മാരെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു തുടങ്ങി. രാജ്യ സെക്രട്ടറിയുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു തുടങ്ങി. അത് ബംഗാളിൽ ഇതില്ല. ബംഗാളിൽ പണ്ടേ ജന്മിമാരായ പാർട്ടി നേതാക്കന്മാരുണ്ട്. അവരിപ്പോഴും ജന്മിമാരായി നിൽക്കുന്നുണ്ട്. അവരുടെ ജീവിതം വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതല്ലാതെ ജനങ്ങൾക്ക് മാറ്റം വരണ്ടേ? അതുകൊണ്ടല്ലാതായി പോയത്. അതിൻ്റെ കൂടെ ഈ മുസ്ലിം പെട്ടെന്നൊരു ഈ കാരണങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ അവർ വോട്ട് ചെയ്ത് ശീലത്തിൻ്റെ ഒത്ത് നിങ്ങൾ വോട്ട് ചെയ്യില്ലേ? അതേപോലെ ചെയ്യും. അല്ല, അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിന് പുറത്ത് ഇനി ബംഗാളിലോ ത്രിപുരയിലോ പാർട്ടിക്ക് ഒരു ഉണർവ് ഉണ്ടാകില്ല. ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്കെന്താ അവരുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയത്. വലിയ ആശയത്തിൻ്റെ പുറത്തൊക്കെ ആളുകൾ പോകുന്ന പണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആശയം എന്ന് പറഞ്ഞാൽ മതം മാത്രമാണ് ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. അതൊക്കെ മുമ്പുണ്ടായിരുന്നു. വേറൊരു ലോകം പോസിബിളാണ്. ഈ മുതലാളിമാരൊക്കെ ഇല്ലാതാക്കി അവിടെ തൊഴിലാളികളെ സഹവാദിത്വത്തിൽ നിന്ന് സമത്വത്തിൻ്റെ ലോകം പോസിബിളാണെന്ന് വിശ്വാസത്തില്ല. അത് പോസിബിൾ അല്ലാന്ന് പാർട്ടി തന്നെ പറയുന്നുണ്ട് പല സമയത്തും. ഗോവിന്ദ മാഷ് ഇടക്കിടക്ക് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയമായ വിശ്വാസത്തെ പുറത്തുനിന്ന് ഇനി ആളുകൾ ഒരുമിപ്പിക്കാം. മതം ഇപ്പോഴും ആളുകൾക്ക് മരണമുള്ളതുകൊണ്ട് മതം പേടിയാണ്, അല്ല മരണത്തെ പേടിക്കരുത്. ഇവിടെ പണ്ട് പറഞ്ഞത് ബംഗാൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്നാണ്. അപ്പോൾ ഇനി കേരളം ബംഗാളിൽ നടപ്പിലാക്കിയാൽ പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാകുന്നു? ഇല്ല, അത് അടിത്തറ പോയി. കേരളത്തിൻ്റെ കാര്യം അടിത്തറ പോകുന്നതിന് മുമ്പ് കേരള മോഡൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. അവിടെ അടിത്തറ പോയി. ഹിന്ദുക്കളെ BJPയും കൊണ്ടുപോയി, മുസ്ലിങ്ങളെ തൃണമൂലും കൊണ്ടുപോയി. പിന്നെ BJPയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ മുസ്ലിംസ് ഉണ്ടെന്ന് ഞാൻ കേട്ടത് അവിടെ. അപ്പം നിബന്ധി അത്ര എളുപ്പമൊന്നുമല്ലത്. ആളുകളെ വിശ്വാസം ഇല്ലാത്ത ഇപ്പം നീ നിന്റെ നാട്ടിൽ പോയി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വെച്ചാൽ നിന്നെ ആളുകൾ വലിയ കഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പക്ഷെ അതേ നമ്മളിപ്പം പറയുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇപ്പം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അയാൾക്ക് ഓൾറെഡി നാട്ടുകാർക്ക് അറിയാം. അയാൾ തോറ്റാൽ പിന്നെ വീണ്ടെടുക്കുന്നത് ഇരട്ടിപ്പാടാണ്. ഒന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒന്ന് പൊളിച്ച് രണ്ടാമത് ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ്. റിനോവേഷനാണ് ഏറ്റവും പാട്. അല്ലാതെ കൺസ്ട്രക്ഷൻ വലിയ ബുദ്ധിമുട്ടല്ല. റിനോവേറ്റ് ചെയ്യാന്നുള്ള അത്ര എളുപ്പമല്ല അത്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം വെച്ചാൽ മുസ്ലിം വോട്ട് പോയതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് CPMഉം കോൺഗ്രസുമായി ഒരു സഖ്യം വരും. നടക്കുകയല്ല. അങ്ങനെ ഒരു സഖ്യം വന്നാൽ നടക്കുകയല്ല. ഇത് കൗരവസേനൊന്നല്ലല്ലോ. കൗരവല്ല അങ്ങനെ പല ആദർശത്തെ ഭീഷ്മർക്ക് പാണ്ഡവരാണ് താല്പര്യം, ദ്രോണർക്ക് പാണ്ഡവരാണ് താല്പര്യം, കൃതവർമാവിന് പാണ്ഡവരാണ് താല്പര്യം. പക്ഷേ കൗരവശത്ത് നിൽക്കുന്നത് വാക്കിൻ്റെ വരാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ വാക്കിനൊന്നും ഒരു വിലയില്ല. രാഷ്ട്രീയത്തിൽ പറഞ്ഞ് ആദ്യം പാലിക്കേണ്ടത് എങ്ങനെ വാക്ക് പാലിക്കാതെ. പ്രത്യേകിച്ച് MA ബേബി വന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ പ്രമുഖ ശത്രു BJP ആണ്. അപ്പോൾ BJPയെ തോൽപ്പിക്കാനായി BJP അല്ല ശരിയാ. അപ്പോൾ നാട്ടുകാർ തിരിച്ച് കേരളത്തിൽ നമുക്ക് മനസ്സിലാവും. ബംഗാളിൽ പോയി നാട്ടുകാർ BJP എന്തുകൊണ്ട് നമ്മളെ പൊതുവെ ശത്രുവാണെന്ന്, BJP എന്ത് ദ്രോഹമായതെന്ന് ചോദിച്ചാൽ ഒരു സവർണ്ണ ഹിന്ദു ചോദിക്കുകയാണ്, BJP നിങ്ങൾക്ക് എന്ത് ദ്രോഹമായത്? ഡു യു ഹാവ് എനി ആൻസർ? മുസ്ലിം ചോദിച്ചാൽ ആൻസർ ഉണ്ട്, വേണമെങ്കിൽ ദളിതൻ ചോദിച്ചാൽ ആൻസർ ഉണ്ട്. സവർണ്ണ ഹിന്ദു അല്ലെ OBC ഹിന്ദു ഇവരെ വരുമ്പോൾ ഭൂരിപക്ഷം ആകുമല്ലേ, അതാണ് 50% അടുത്ത് വരും. ഇവർ ചോദിക്കുകയാണ് BJP എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തത്? ആൻസർ ഉണ്ട്. ഭരണഘടന സെക്യുലറിസം ആയതുകൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടായി? ആണെങ്കിൽ ബേസിക്കലി സാർത്ഥന്മാരാണ്. എനിക്കെന്ത് കിട്ടി, നമുക്കെന്ത് കിട്ടി, എനിക്കെന്തെങ്കിലും കിട്ടാൻ ഞാൻ മാത്രം പോരാന്ന് തോന്നുമ്പോൾ നമുക്കെന്ത് കിട്ടിയെന്ന് ചോദിക്കും. നാട്ടുകാർ ബേസിക്കലി സാർത്ഥന്മാരാണ്. വിദ്യാഭ്യാസം കിട്ടുമ്പോൾ സാർത്ഥത കൂടി വരും. പിന്നെ കൂടുതൽ നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും, വിസ്റ്റം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ത്വജിക്കും. അങ്ങനെ ത്വജിച്ച ആളുകളാണ് ആദ്യം EMS നമ്പൂതിരിപ്പാട്, അല്ല MA ഭട്ടതിരിപ്പാട്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരാണ് ഇവിടെ പിന്നെ EK നായനാർ, അവരാണ് ഇവിടെ പാർട്ടി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് അത്രയും വിവരമില്ലാത്ത അങ്ങനെ അങ്ങേയറ്റത്തെ നോളജ് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമുള്ള ആളുകളാണ് ഇവിടെ നിന്ന് കാണുന്ന പാർട്ടിക്കാരായി മാറുന്നത്. അവരാണ് നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. AKG ഇവരൊക്കെ ഉണ്ടുമെടുത്ത ആളുകളാണ്. അവരെൻ്റെ മറ്റൊരാളുടെ വിഷമം കണ്ട സ്വന്തം വിഷമം പോലെ ഫീൽ ചെയ്യുന്ന ആളുകൾ, അതായത് അവൻ്റെ വിഷമത്തിൽ എങ്ങനെ കാശുണ്ടാക്കണം കേൾക്കുന്ന ആളുകളല്ല. അങ്ങനെ അവരെ പേര് ഉപയോഗിച്ച് ഇപ്പോൾ അവർ വളരുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായി?
അപ്പോൾ ഇപ്പോഴത്തെ നാട്ടുകാർ അങ്ങനെയല്ല. സാധാരണ രീതി ആളുകൾ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ സ്വാർത്ഥന്മാരായിട്ടോ എനിക്കെന്ത് കിട്ടി, നമുക്കതുകൊണ്ട് എന്ത് കാര്യം. അതുകൊണ്ടല്ലേ തിരുവനന്തപുരത്ത് ഒരു റോഡുകളൊക്കെ ഇങ്ങനെ നീ കണ്ടില്ലേ, ഇടുങ്ങിയ റോഡുകളായി കിടക്കുന്നതുകൊണ്ടാണ്. നാട്ടുകാർ എനിക്കെന്ത് കിട്ടി, എനിക്കതിലെന്ത് കാര്യം എന്ന് ആലോചിക്കും. ഞങ്ങളാടൊക്കെ കുറച്ച്, ഞങ്ങളെന്ന് വെച്ചാൽ ബാലുശ്ശേരിയൊക്കെ കുറച്ച് ഭേദമായിരുന്നു. ഇപ്പം അതും മാറി കേട്ടോ. ഇപ്പോൾ റോഡിന് ഒരാൾ സ്ഥലം കൊടുത്തില്ലെങ്കിൽ അവിടെ BJP-ക്കാരും CPM അങ്ങനെ കൂടി അവരാണ് പ്രധാനപ്പെട്ട പാർട്ടിക്കാർ. കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് സജീവമല്ല. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ രാത്രി പണിയും കൊടുക്കും, മുതലൊക്കെ പൊളിച്ച് വിടുക, എന്നിട്ട് നിങ്ങൾ കേസിന് വയ്ക്കുന്നത്. പിന്നെ കേസിനൊന്നും ആരും പോയി ഇവരോടാരും നിൽക്കരുത്. ഇത് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ അന്ന് അത്ര വിദ്യാഭ്യാസമില്ല. അപ്പോൾ നാട്ടിൽ കേസിന് വേണ്ടി അവർ ഒരുമിച്ച് നിൽക്കും. നാട്ടിൻ്റെ ഒരു തിരുവനന്തപുരത്തെ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവർ എന്തിനാണ് ഈ ഇതിലേക്ക് നല്ല രീതിയിൽ നടക്കുകയാണെന്ന് നടക്കട്ടെ, എന്തിനാണ് അടിപിടിയെന്ന് വിചാരിക്കും. അതാണ് കാരണം. ഇപ്പം ബംഗാളിലിപ്പം വിദ്യാഭ്യാസമൊക്കെ കൂടി വരുന്നുണ്ട് ഓരോ തലമുറ കഴിയുമ്പോൾ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇവന്മാർ വർത്താനം കൊണ്ട് നമുക്കെന്ത് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.